ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ ലേഡീസ് ബിന്നീസിലേക്ക് സ്വാഗതം. ഇന്ന് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ്, അസോർട്ടഡ് കളക്ഷൻസ് ആണ്. ഞാൻ ഈ ഞാൻ ആദ്യം കൊണ്ടുവന്ന പാകിസ്ഥാനി സെറ്റാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്കൊരു പാർട്ടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. സോൾഡ് ഔട്ടായി ഇനിയൊന്നുമില്ല. അത് ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടിയാൽ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓരോ മെറ്റീരിയൽസായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ കൊറിയർ DTDC പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ മെറ്റീരിയൽസായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ആദ്യത്തെ കളറ്. ഇതൊരു ലൈറ്റായിട്ടുള്ള യെല്ലോയും ബ്ലാക്കും കൂടെ കൂടി വരുന്ന പ്രിൻ്റാണ്. അതിലേക്ക് വരുന്നതോറും കുറച്ച് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരു പാച്ച് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോട്ടം ഈ കളറിൽ, ഇതിൽ കാണുന്ന കളർ തന്നെ ആ കളറിലുള്ള കോട്ടൻ്റെ ബോട്ടമാണ്. അതുപോലെ ഇതിൻ്റെ ഷോള് ഇതുപോലെ പ്രിൻറ്റഡ് ഷോളാണ്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള ഷോളാണ്. സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതും പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ നമുക്ക് സമ്മറിലൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഇങ്ങനെ. അടുത്തത് ഒരു പിങ്ക് കളറാണ്. ആ പിങ്കിൽ ഇതുപോലെ പ്രിൻ്റാണ് തന്നിരിക്കുന്നത്, വൈറ്റ് പ്രിൻ്റ്. ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നിട്ടുണ്ട്. ഒരു ചിക്കൻ കാരി വർക്ക് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു വർക്ക്. അതിൻ്റെ ഷോള്, അതിൻ്റെ ബോട്ടം ഇതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ബോട്ടമാണ് തന്നിരിക്കുന്നത്. കോട്ടനാണ്. അതുപോലെ ഇതിൻ്റെ ഷോള് ഇത് പ്രിൻ്റഡ് ആണ് കേട്ടോ. ഇതുപോലെ പ്രിൻ്റഡ് ഷോളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഇങ്ങനെ വരും. ഇതൊരു പ്രത്യേകതരം ഫാബ്രിക്കാണ് കേട്ടോ. സിൽക്കൊന്നുമല്ല, ഒരു ചെറിയൊരു ഒരു ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ. ഇതിൽ യോക്കിൽ ഇതുപോലെ ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആണ്. 625 മാത്രമേ ഉള്ളൂ. ഇതിന് അതേ കളർ തന്നെ സാൻഡൂൺ ബോട്ടം അകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസിലൊക്കെ ഇത്രയും വലിയൊരു ഷോളും ഫുൾ എംബ്രോയ്ഡറിയും സ്കാലപ്പ് വർക്കൊക്കെ തന്നിരിക്കുന്നത് ശരിക്കും വർത്താണ് കേട്ടോ. അപ്പോൾ ഡെയിലി വെയർക്ക് നല്ലൊരു ലൈനിങ് ഒക്കെ വെച്ചടിച്ച്, അല്ലെങ്കിൽ ചിലർക്കൊന്നും ഈ ബോട്ടം ഇഷ്ടപ്പെടില്ല. ഈ സാൻഡൂൺ ബോട്ടം ചിലർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ ഈ ബോട്ടം എടുത്ത് ലൈനിങ് ആക്കിയിട്ട് ഒരു കോട്ടൻ്റെ ബോട്ടം എടുത്താലും മതിയാകും. ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചെയ്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാനൊരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നല്ല ഭംഗിയുള്ള ഈ മെറ്റീരിയൽ, നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഇങ്ങനെ വരും. അടുത്തത് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. ചെറുപയർ പച്ചയൊന്നുമല്ല, ഈ കാണുന്ന ഈ കളർ ഒരു ഒലീവ് ഗ്രീൻ, ആ കളറാണ്. നല്ല എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ സ്കാലപ്പ് വർക്കും ഇടയ്ക്കിടയ്ക്കായിട്ട് എംബ്രോയ്ഡറി വർക്കും തന്നിട്ടുള്ള നല്ല ഷോള്, നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള വലിയ ഷോള്. ഈ ടോപ്പിൻ്റെ അതേ മെറ്റീരിയൽ കൊണ്ടുള്ള നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഷോള്. ഇതിൻ്റെ പ്രൈസ് 625 ആണ്. ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ.